മുഖത്തുണ്ടാകുന്ന ഡൾനെസ്സും പിഗ്മെൻറ്റേഷനും സൺ ടാനും റിമൂവ് ചെയ്ത് സ്കിൻ ഗ്ലോ ആകാനും ബ്രൈറ്റ് ആകാനും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്കിൻ ബ്രൈറ്റനിങ് ഫേഷ്യലാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ സ്റ്റെപ്സ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് മടിയാണ്, പിന്നെ ഞാൻ നിങ്ങളെ കൊണ്ട് അത്രയും പണിയെടുപ്പിക്കത്തില്ല. സോ ഇൻസ്റ്റൻ്റായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യൽ ചെയ്താലോ. അപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു കാര്യം പറയാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ നല്ലവരായ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോലെ. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട, പെട്ടെന്ന് തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് മിൽക്ക് ക്ലെൻസിങ് ആണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് മുഖമൊക്കെ കഴുകി നന്നായിട്ട് മുഖമൊക്കെ കഴുകിയിട്ടാണ് സ്വാഭാവികമായിട്ട് നമ്മളൊരു ഫേഷ്യൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ എവിടേക്കോ കുറേ നമ്മുടെ ഈ മുഖത്തുണ്ടാകുന്ന കുഴികളൊക്കെ ഉണ്ടല്ലോ, അതിനുള്ളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പൊടി, അഴുക്ക്, മേക്കപ്പ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്രീമോ പൗഡറോ മാത്രം ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ഇത് ഉണ്ടായിരിക്കുമല്ലോ, ആ പൊടികൾ പോലും നമുക്ക് പറ്റി പിടിച്ചിരിക്കും. ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ ഫേസ് സാധാരണ വെള്ളത്തിലോ അല്ലെങ്കിൽ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകിയാൽ മുഴുവനും പോകണമെന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് പാലെടുക്കുക, എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർക്കുക, എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്തൊരു പഞ്ഞി മുക്കിയിട്ട്, ഇതിൽ പാലിൽ പഞ്ഞി മുക്കിയിട്ട് നമ്മൾ അത് വെച്ച് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ അഴുക്ക്, പൊടി, പാടുകൾ എല്ലാം പോകും. അപ്പം നമ്മൾ സത്യം പറയാതെ നമ്മൾ ഞെട്ടിപ്പോവും. കാര്യം അത്രയും നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടും പിന്നെയും നമ്മുടെ സ്കിന്നിൽ ഇത്രയും പൊടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആലോചിച്ച് പോകും. ആ ഒരു രീതിക്കാണ്. പിന്നെ മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരും കേട്ടോ, നന്നായിട്ട് ഐബ്രോസിൻ്റെ അവിടെ നിന്നായാലും കണ്ണിലായാലും ഒക്കെ. കണ്ണെന്ന് വെച്ചാൽ അകത്തല്ല, നമ്മുടെ ഐലൈനറിൻ്റെയൊക്കെ ബാക്കിയൊക്കെ കണ്ണിന് താഴെയൊക്കെ പറ്റി പിടിച്ചിരിക്കുമല്ലോ, അതൊക്കെ മാറ്റാനായിട്ട് അടിപൊളിയായിട്ട് സഹായിക്കുന്നതാണ്. സോ അത് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ സാധാരണ ഫേസ് വാഷ് യൂസ് ചെയ്തൊന്ന് കഴുകിക്കളയുക, അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക. അടുത്തതായിട്ട് നമുക്കൊരു അടിപൊളി പാക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. എൻ്റെ പഴയ അലോവേര ജെൽ തീർന്നപ്പോൾ ഞാൻ ഇത്തിരി വലുതാണ് വാങ്ങിച്ചത്, അതുകൊണ്ട് ഇത് ക്യാമറയ്ക്കകത്ത് പോലും അത് നിൽക്കുന്നില്ല. എനിക്ക് ചെറുത് ഉപയോഗിച്ചല്ലേ ശീലമുള്ളൂ, ഇനിയിപ്പോൾ ഇതങ്ങ് ശീലിക്കുമായിരിക്കും. അടുത്തായിട്ട് നമുക്കിത് 1 സ്പൂണാണ് ഞാൻ ആദ്യം എടുത്തത്, പക്ഷേ ഇത് അങ്ങോട്ട് തികയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏറ്റവും അവസാനം ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ അലോവേര ജെൽ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത് തന്നെ ഉപയോഗിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അലോവേര ജെല്ലും യൂസ് ആക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന കറ്റാർവാഴയുടെ ചെടി ഉണ്ടല്ലോ, അതൊന്ന് സ്ക്രേപ്പ് ചെയ്ത് അതിൻ്റെ നീരുണ്ടല്ലോ കറ്റാർവാഴയുടെ ജെല്ല്, അത് നമുക്ക് എടുക്കാം. അത് യൂസ് ചെയ്താലും മതി, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിവിടെ 1 സ്പൂൺ അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും നറിഷ് ചെയ്യാനും ഹീൽ ചെയ്യാനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് നമ്മളിത് ഇടയ്ക്ക് ഫേഷ്യൽ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നമ്മുടെ കറ്റാർവാഴയുടെ ഒരു ലീഫ് ഉണ്ടല്ലോ, അതെടുത്താൽ തന്നെ, അതൊന്ന് കുറച്ചെടുത്താൽ തന്നെ മതിയാവും, സൂപ്പർ റിസൾട്ട് കിട്ടും. അടുത്തതായിട്ട് ഞാനിതിനൊപ്പം കുറച്ച് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ടല്ലോ, അതിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് തരിതരിപ്പുള്ള കാപ്പിപ്പൊടിയില്ല, നമ്മൾ അരിച്ചൊക്കെ എടുക്കുന്നത്, അതാണെങ്കിൽ യൂസ് ചെയ്യേണ്ട. നമുക്കിതുപോലെ കുഞ്ഞി പാക്കറ്റ് എന്നല്ല, പാക്കറ്റ് വലുതായാലും കുഴപ്പമില്ല, പെട്ടെന്ന് അലിയുന്ന പൊടി പോലെയുള്ള ഇൻസ്റ്റൻറ്റ് കോഫി പൗഡേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിത് മുഖത്ത് യൂസ് ചെയ്യാനായിട്ട് ഓക്കെ ആയിരിക്കും. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, വളരെ കുറച്ച് ക്വാണ്ടിറ്റി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. സ്പൂൺ കണക്കിൽ എടുക്കുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് കോഫി പൗഡർ യൂസ് ചെയ്താൽ നമുക്ക് മേ ബി സെറ്റ് ആവാതെ വരുമ്പം അത് വളരെ കുറച്ച് മാത്രം യൂസ് ആക്കുക. ഞാൻ പൊതുവെ ഇങ്ങനെയാണ് യൂസ് ആക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സൺ ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതാ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ അലോവേര ജെൽ എടുത്തു, പിന്നെ എന്താണ് കോഫി പൗഡറും എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനോടൊപ്പം തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് യൂസ് ചെയ്യുമ്പോൾ നല്ല കട്ട തൈര് വേണം യൂസ് ആക്കാനായിട്ട്. നിറയെ സൺ ടാൻ ഉണ്ട്, അത് മാറ്റണം. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലാത്തവരാണെങ്കിൽ അലോവേര ജെല്ലും കോഫി പൗഡറും യൂസ് ആക്കാം. ഞാൻ ഇതിലോട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച്. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു.
ഇച്ചിരി മുന്നേ കുറച്ച് നേരത്തെ ഞാൻ കുറച്ച് പാൽ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ സ്കിന്ന് ഓയിലി സ്കിന്നാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് വന്നിട്ട് ഇടയ്ക്കൊക്കെ സ്കിന്ന് ഡ്രൈ ആകുന്ന പോലെ ഏതെങ്കിലും ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തോന്നും. അങ്ങനത്തെ ദിവസങ്ങളിൽ ഫേഷ്യൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മാത്രം പാല് അല്ലെങ്കിൽ തൈരൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇത് സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും നറിഷ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഡ്രൈ സ്കിൻ ഓയിലി സ്കിൻ ആണെന്ന് കരുതി നമ്മൾ കംപ്ലീറ്റ്ലി ഡ്രൈയിങ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം, മാറ്റിഫൈയിങ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യരുത്. കാര്യം എന്താ വെച്ചാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം, അത് നമ്മുടെ സ്കിന്നെ കൂടുതൽ എക്സ്റ്റേണലി കൂടുതൽ ഡ്രൈ ആക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് ആവശ്യമില്ല. നമ്മുടെ സ്കിന്നൊരു ഗ്ലോ ഉണ്ട്, ഓയിൽനെസ് ഉണ്ടെങ്കിൽ അത് ഒരു കുഴപ്പമുള്ള കാര്യമില്ല. അതിനെ കൂട്ടാണ്ടിരുന്നാൽ മതി, അല്ലാതെ അത് ഉള്ളത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പിന്നെ പിമ്പിൾസ് ആഗ്നിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നായ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. നമുക്ക് ഓപ്പൺ പോർസൊക്കെ കൂടുതലായിരിക്കും, കൂടുതൽ വലുതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് മുഖക്കുരു വരും. ഓൾറെഡി ഓയിൽ ഉള്ളതുകൊണ്ട് പൊടിപടലങ്ങൾ പെട്ടെന്ന് പറ്റി പിടിച്ചിരിക്കും നമ്മുടെ മുഖത്തോട്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. രാവിലെയും വൈകുന്നേരവും, പറ്റുന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്കിൻ കെയർ ചെയ്യുക. പ്രോപ്പറായിട്ട് നമുക്ക് സെറ്റാവുന്ന ഓയിൽ ബാലൻസിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ആക്നെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള സ്കിൻ കെയർ യൂസ് ആക്കുക. ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. എന്നിട്ടാണ് എൻ്റെ മുഖക്കുരൊക്കെ മാറി തുടങ്ങിയത്. എൻ്റെ ഓയിലി സ്കിൻ എനിക്ക് പ്രശ്നമല്ലാതെ മാറിയത് അവിടെ നിന്നാണ്. ഓക്കെ, കം ടു ദ പോയിൻറ്റ്. നമ്മൾ വേറെ എന്തൊക്കെയോ പറഞ്ഞ് എവിടേക്കോ പോയി. അതുകൊണ്ട് നമുക്ക് പോയിന്റിലോട്ട് വരാം. ഈ ഒരു ഫേസ് പാക്ക് ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഫേസ് പാക്ക് കംപ്ലീറ്റ് ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. കാര്യം ഇതിപ്പോൾ നമ്മൾ അലോവേര ജെല്ലാണ് ബേസായിട്ട് എടുത്തിട്ടുള്ളത്, പാല് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ച് നേരം ഇരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. സോ ഒരു 20 മിനിറ്റൊക്കെ വെച്ചിരിക്കാം. നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റ് ആവും, ഗ്ലോ ആകും, ഇൻസ്റ്റൻറ്റ് ഫ്രഷ്നെസ്സും ബ്രൈറ്റ്നെസ്സും നമ്മുടെ സ്കിന്നിന് കിട്ടും. അപ്പോൾ ഒരു 20 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ വരാം. സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ്സും കിട്ടും. കാര്യം നമ്മളിതിൽ കോഫി യൂസ് ചെയ്തിട്ടുണ്ട്. കോഫി ഒരു ഇൻസ്റ്റൻറ്റ് സ്കിൻ ബ്രൈറ്റ്നറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ഐസ് ക്യൂബ് വെച്ച് നല്ലൊരു മസാജ് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഐസ് ഇങ്ങനെ ഒരു ടവലിലൊക്കെ കവർ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം ഫേസിലോട്ട്. ഡയറക്റ്റ് വയ്ക്കാൻ താല്പര്യമില്ലാത്തവർക്ക്. അതല്ല ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് അതൊന്ന് വെച്ച് കൊടുക്കുക. എനിക്ക് ഐസ് റോൾ ചെയ്യാനായിട്ട് ഫേസിൽ ഐസ് വെച്ചിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കതുകൊണ്ട് തന്നെ ഇങ്ങനെ അത് റോ ആയിട്ട് യൂസ് ആക്കുമ്പോഴും ഒരു കുഴപ്പവും തോന്നാറില്ല. വളരെ കുറച്ച് മാത്രമേ ചെയ്തു കൊടുക്കാറുള്ളൂ. കാര്യം എന്താ വെച്ചാൽ പെട്ടെന്ന് ഒരു ചുമന്ന് വരുന്ന പോലെ തോന്നാറുണ്ട് സ്കിന്ന്. അതുകൊണ്ട് കുറച്ച് ഒരു 10-20 സെക്കൻഡ് മാത്രമേ യൂസ് ആക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒരു ഇൻസ്റ്റൻ്റ് ഒരു കുട്ടി ഫേഷ്യൽ എന്നൊക്കെ പറയാം. അത്രയും എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. ഒരു 15 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും നാച്ചുറൽ അലോവേര ജെല്ല് വെച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് സെറ്റ് ആവുന്ന ഒരു അലോവേര ജെല്ല് വെച്ചിട്ട് ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. മാസത്തിൽ 1-2 തവണ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനുശേഷം നമുക്കൊരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. യൂസ് ചെയ്ത പ്രോഡക്റ്റ് എല്ലാം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്